ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര സങ്കടമുള്ളൊരു ദിവസമാണ്. ഒരു വീഡിയോ ആണ്. കാരണം നാളെ ഇവരെല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് രാത്രിയാണ്, ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ടൈമാണിത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് കിടന്നു. ഇന്നല്ല, ഞങ്ങളിങ്ങനെ ഒരുമിച്ചുള്ള ടൈമിലൊക്കെ കുറേ ടൈം സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ച് കിടക്കാറുണ്ട്. ആ ടൈമിൽ ഫോണൊന്നും എടുക്കില്ല, കുറേ നേരം സംസാരിക്കും. അപ്പോൾ ഞങ്ങളുടെ സംസാരവും കുറേ കളിയും ചിരിയും തമാശകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് തോന്നി വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ രാവിലെ ആയിട്ടോ. അപ്പോൾ നല്ല സ്നേഹമാണ് ഇവർ തമ്മിൽ, നല്ല തല്ലുമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഉപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് രാത്രി 11:55 ട്രെയിന്. സാധാരണ ഞങ്ങൾ നാട്ടിൽ പോണത് 8 മണിക്കൊരു ട്രെയിൻ ഉണ്ട്. പക്ഷേ ഇത് സൺഡേ ടിക്കറ്റ് കിട്ടാത്ത കാരണം സൺഡേ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്, അതിനാണ് കേട്ടോ ഇവർ പോണത്. അപ്പോൾ ഇതാ ഐസ് അപ്പുറത്തിരുന്ന് കടല കഴിക്കുന്നുണ്ട്. എന്താ തിന്നണ? എന്താ കഴിക്കണ? കടല. അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അതിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. കാരണം അവർ പോണ കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല തിരക്കായിരിക്കും അവർ പോണ ദിവസങ്ങളിൽ കേട്ടോ. ഓക്കെ, ഇപ്പോൾ രാത്രിയാണ്. രാത്രി ഒരു 8 മണിയാണ്. ഞങ്ങളൊന്ന് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഐസാക്കും അമ്നുവിനൊക്കെ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഐസ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പോൾ ഡേ കെയറിൽ പോയി തുടങ്ങിയതിൻ്റെ ശേഷമുള്ള ശീലങ്ങളാണ്. അപ്പോൾ അത് അവൾ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇവിടുന്ന് ഞങ്ങൾക്ക് മെട്രോയിൽ പോകണമല്ലോ. അപ്പോൾ പിന്നെ ഇക്ക ബൈക്കിൽ വരാമെന്ന് പറഞ്ഞു, കാരണം നല്ല ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മെട്രോ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ പോവും. ഇക്ക ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കും ഇക്കാക്കും ഐസാക്കും തിരിച്ച് ഒരുമിച്ച് വരാം. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൊക്കെ ഇറങ്ങുക, അങ്ങനത്തെ ഒരു പ്ലാനിങ് പോകും. നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ മഴ തോർന്ന സമയത്ത് ഇറങ്ങണമെന്ന് വിചാരിച്ച് ആ ടൈമിൽ വീണ്ടും മഴ പെയ്ത്. അങ്ങനെ കുറച്ച് ലേറ്റായി, 8:30-9 മണിയൊക്കെ ആയി. അപ്പോൾ ഇതാണ് നാഗസാന്ദ്ര മെട്രോ സ്റ്റേഷന്. ഇതിപ്പോൾ പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാണുന്നത്. ഇതുവരെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് ടൈം നിന്നിട്ടാണ് അവർക്കത് കാണണം എന്ന് പറഞ്ഞിട്ട്, ആ വാട്ടർ ഡാൻസ് അല്ല ഫൗണ്ടെയിന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഞാൻ പറഞ്ഞ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ടാണ് ഇവർ വരാറുള്ളൂ. അപ്പോൾ ഭയങ്കര വിഷമമാണ് ഈ ഒരു ദിവസം. എനിക്കും ആയാലും ഐസാക്കായാലും നല്ല ടെൻഷനുള്ളൊരു ദിവസമാണ് ഇവർ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ. ഉപ്പ പറയും നമ്മൾ ഇവിടെ അടുത്തല്ലേ, പെട്ടെന്ന് വിളിച്ചാൽ വരാവുന്ന ദൂരത്തിലല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ അങ്ങനെ വിഷമിക്കണമെന്നൊക്കെ എപ്പോഴും ചോദിക്കും. പക്ഷേ ഭയങ്കര വിഷമമാണ് ആ ഒരു ദിവസം. പിന്നെ ഐസാക്ക് ഇപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവില്ല, കാരണം ഐസ ഇവരെ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. അതെങ്ങനെയെങ്കിലും പിടിച്ച് നമുക്ക് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുകയാണ്. ഒരിക്കൽ ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ കയറിയിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇത് മറക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് തന്നെയാണ്, യശ്വന്ത്പുരത്ത് നിന്ന് തന്നെയാണ് ട്രെയിൻ. അതുകൊണ്ട് അവിടെ വന്ന് കുറേ ടൈം ഉണ്ടാവും നമുക്ക്. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം നേരത്തെ ആണല്ലോ എത്തിയത്. അപ്പോൾ അവിടെ കുറേ ടൈം ഇരുന്ന് അമ്മ അതിൻ്റെ ഇടയിൽ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത്. എപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും ഐസാക്ക് ലേസ് വേണം കേട്ടോ. അതെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റ് ലേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോഴാണ് അമ്നുവിൻ്റെ ബാക്കിൽ ഇരിക്കണ ആ കുട്ടി അമ്നുവിനായിട്ട് നല്ല കമ്പനി, കുറേ നേരമായി അമ്നുവിനായിട്ട് ചിരിക്കണം. അപ്പോൾ അമ്നു ആ കുട്ടിക്കൊരു ലേസ് വാങ്ങി കൊണ്ടു കൊടുത്തിട്ടാണ്. നല്ലൊരു കുട്ടി, കുറേ ടൈമായി അമ്നുവിനായിട്ട് ചിരിക്കണം. അപ്പോൾ ഇതാണ് ഇവർക്ക് പോകാനുള്ള ട്രെയിൻ. അപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട്. കുറേ ടൈം ഉണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ ടൈമുണ്ട്, ഒരു 10:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി സീറ്റ് എവിടെ നോക്കിയിട്ട് അവിടെ പോയി ഇരിക്കാമെന്നാണ് വിചാരിക്കണത്. ഐസാനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ ഐസ കയറിയ സമയത്ത് തന്നെ അപ്പർ ബർത്തിൽ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. അവിടെ 2 പേരും പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഐസ പറയാണ് ഇനി നിങ്ങൾ പോയിക്കോ, ഞാൻ വരണില്ല എന്നൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഐസാക്ക് ഇങ്ങനെ പോകണം എന്നാണ്, പക്ഷെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ കരച്ചിലും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. അവൾ ഇവരെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും കൊണ്ടുവരാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളെ ഈ സമയത്ത് അവരുടെ അടുത്ത് നിന്ന് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഉമ്മ കൊടുക്കാനൊന്നും പറയുമ്പോൾ സമ്മതിക്കണില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഉപ്പാക്ക് ഉമ്മ കൊടുത്ത് അതുപോലെ ഉമ്മമാട് പറഞ്ഞ് ഒക്കെ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പുറത്തേക്ക് ഇറക്കണം. പുറത്തേക്ക് പെട്ടെന്ന് ഞങ്ങളൊരു 10-15 മിനിറ്റ് ട്രെയിൻ എടുക്കണതിൻ്റെ 10-15 മിനിറ്റ് മുന്നെങ്കിലും പുറത്തിറങ്ങിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ അമ്മുവിന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ അടിക്കുകയാണ്. കാരണം അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അമ്മുവിനോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ അവർ പോകുന്നതാണ് അവളുടെ മനസ്സിലുള്ളത്. എന്നാലും ഉമ്മക്ക് കൊടുത്ത് ഞങ്ങൾ പോകാമെന്നാണ് വിചാരിച്ചത്. ഉപ്പ പറഞ്ഞ് വീട്ടിലേക്ക് പോയിക്കോ ട്രെയിൻ എടുക്കണതിൻ്റെ മുന്നേ. അപ്പോൾ എനിക്കൊരു സമാധാനമല്ല. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന്. അപ്പോൾ അതാ ട്രെയിൻ എടുത്ത്. അപ്പോൾ ഇത് ഭയങ്കര വിഷമമുള്ളൊരു മൊമെൻ്റാണ്. കാരണം അവർ വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 2-3 ദിവസം അവിടെ ഭയങ്കര ബ്ലാങ്ക് പോലെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബായ്.